ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു LKLS മാത്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് SSLCയിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 18 സെക്കൻഡ് വൺ ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലുക്ക് അറ്റ് ദിസ് പിക്ചേഴ്സ്. ഇതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള പിക്ചേഴ്സ്. ദെൻ ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ്, ഡു ദ നമ്പേഴ്സ് ഓഫ് കളേർഡ് സ്ക്വയേഴ്സ് ഫോം ആൻഡ് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഗിവ് റീസൺ. കണ്ടോ, ഇവിടെ കളേർഡ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതൊരു ആ നമ്പേഴ്സ് കളേർഡ് സ്ക്വയറിൻ്റെ നമ്പേഴ്സ് കൗണ്ട് ചെയ്തെടുത്താൽ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഗീവ് റീസൺ കൊടുക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കണ്ടോ, ഇതൊന്ന് കൗണ്ട് ചെയ്തെടുത്താൽ മതി. കളേർഡ് ആയിട്ടുള്ളതൊക്കെ 1 2 3 4 5 6 7 8. ഇവിടെ 8 ഉണ്ട്. ദെൻ ഇവിടെയോ 1 2 3 4 5 6 7 8 9 10 11 12. So 12 squares are there. And here 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. See, 16 squares are there. So let us write like this. അല്ലേ, ഫസ്റ്റിൽ എത്രയാണ് ഉണ്ടായിരുന്നത്? 8. So 8, then 12, സി 16. ഇതിനെ നമ്മളൊരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ എഴുതും അല്ലേ. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നോക്കി ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 4 അല്ലേ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് ഫോം ചെയ്യുമ്പോൾ നമ്മളിതിനെ ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡിഫറൻസ് കാണാൻ എന്താ ചെയ്യുക? ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്. സോ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിനെ റെഡ്യൂസ് ചെയ്യുക, വിച്ച് മീൻസ് വാട്ട്? 12 minus 8 equal to 4. Then like that, this is a third term now. So third term minus second term, which means what? 16 minus 12. എത്ര കിട്ടി? 4 കിട്ടി. കണ്ടോ, ഒരു ഫിക്സഡ് ടേം കിട്ടി നമുക്ക്. എന്തെന്നാൽ അത് കോമൺ ഡിഫറൻസ്. ഓക്കെ, സോ കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഇത് നമ്പേഴ്സ് എന്താണ്? ഈ പറഞ്ഞ പോലെ നമ്പേഴ്സ് ഓഫ് ദ കളേർഡ് സ്ക്വയേഴ്സ് ഫോം ആൻഡ് അരിത്മെറ്റിക് സീക്വൻസ്. സോ ദിസ് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്. ക്ലിയർ? ഓക്കെ, താങ്ക് യു.